നമസ്കാരം. രാജ്യത്തിപ്പോൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. എന്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റ്? സൈബർ തട്ടിപ്പുകളുടെ ലോകത്തെ ഒരു പുത്തൻ രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന രംഗത്ത് വരുന്ന തട്ടിപ്പുകാർ തങ്ങളുടെ ഇരകളെ കണ്ടെത്തി ഡിജിറ്റൽ അറസ്റ്റ് എന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പിന് വിധേയമാക്കുന്നു. തുടർന്ന് അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നു. പണം ലഭിക്കുന്നതോടെ ഇവർ മുങ്ങുകയും ചെയ്യും. ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. CBI എന്നും ED എന്നും പോലീസ് എന്നും ടെലികോം ഏജൻസി എന്നൊക്കെ പറഞ്ഞാണ് തട്ടിപ്പ് സംഘം ആളുകളെ സമീപിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള ക്രിമിനൽ കേസിൽ സർക്കാർ അന്വേഷണ ഏജൻസി പിടികൂടിയതായി അവകാശപ്പെട്ട് ഏജൻസി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന പേടിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിനായി വ്യാജ രേഖകളാകും ഉപയോഗിക്കുക. അന്വേഷണ ഏജൻസികളുടെ ഓഫീസിനെ അനുകരിക്കുന്ന സ്റ്റുഡിയോകളും തട്ടിപ്പുകാർ ഒരുക്കും. ഇതിനായി AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഇവർ ഉപയോഗിക്കും. പണം ലഭിക്കുന്നതുവരെ വീഡിയോ കോൾ പ്ലാറ്റ്ഫോമുകളിൽ ഇരയെ ഇവർ നിർബന്ധിച്ച് ഇരുത്തും. തട്ടിപ്പ് നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ 24 മണിക്കൂർ വളരെ നിർണായകമാണ്. എത്രയും വേഗം തന്നെ 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ വിവരം അറിയിക്കണം. നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതികളെ പിടികൂടാനും വലിയ തട്ടിപ്പുകളുടെ ചുരുളഴിക്കാനും ഇത് ഉപകാരപ്രദമാകും. ഓർക്കേണ്ട പ്രധാന കാര്യം, CBIയും EDയും പോലീസുമൊന്നും ആരെയും വീഡിയോ കോളിലൂടെ അറസ്റ്റ് ചെയ്യാറില്ല എന്നതാണ്.